പിന്നെ ഈ പറയുന്ന തോൽപ്പിച്ച പാർട്ടി സഭക്കു ഇതുകൊണ്ടുന്ന ഈ നാറികളെ അഭിപ്രായം കേൾക്കാൻ ഇവിടത്തേക്ക് പാഞ്ഞും വരുന്നത്? അല്ലെങ്കിൽ ആരെയും നിങ്ങൾ കൈതകളാക്കുന്നത്? എന്നിട്ട് ഉറപ്പില്ലാതെ വീണ്ടും വീണ്ടും പരിശോധിക്കും. തുടരട്ടെ എന്ത് തുടരട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രായം 10, 70, 75 വയസ്സ് കഴിഞ്ഞ് എന്നിട്ട് ഉറപ്പില്ലാതെ അവർക്ക് ഇനി കോൺഗ്രസിന്റെ UIFമാരോടാ പറയുന്നത്. ഈ പാർട്ടി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു കളവന്റെ പുറകെയും പോവാതെ സ്വന്തം വ്യക്തിത്വത്തിൽ നിൽക്കണോ, പ്രവർത്തകരോടൊപ്പം നിൽക്കണോ, എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുക. അല്ലാതെ ഏതെങ്കിലും മറ്റൊരു ഞാൻ പറയുന്ന തിരുമ്പിയിട്ടല്ല സ്ഥാനങ്ങൾ നേടേണ്ടത്. പ്രവർത്തിച്ചിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടി നേടണോ നിങ്ങൾ? അല്ലാതെ ഏതെങ്കിലും അണ്ടിക്കളവന്മാരുടെ പ്രസ്ഥാനത്തെ കൊന്ന് തിന്ന് ചെറുപ്പം മുതൽ 10-70 വയസ്സ് വരെ നക്കിയില്ലടാ. നിങ്ങൾക്ക് വേണ്ടി ചിന്താവാദം വിളിച്ചില്ലടാ, ഇല്ലേ? എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇപ്പം വന്നിട്ട് പറയാ പിണറായിന്റെ എങ്ങനെയാക്കി വരും. പിണറായിന്റെ വക്കീലടക്കം സൈക്കിൾ കൊടുത്തിട്ട് കുറെ കോൺഗ്രസ്സുകാരും കുറെ ലീഗുകാരും കുറെ UDFിന്റെവരും. എടാ അവര് തഞ്ചാടുള്ളവരാടാ. ആ നേതാവ് തഞ്ചാടുള്ളതാണോ? പറഞ്ഞതുപോലെ ചെയ്യോടോ അവര്. അവര് നിങ്ങൾ നോക്കി കഴിഞ്ഞ ഇലക്ഷനിൽ EP രാജാവിനെ മാറ്റി നിർത്തി. അപശബ്ദം ആ പുള്ളി പറഞ്ഞോ? തോമസ് ഐസക്കിനെ മാറ്റി എന്തെങ്കിലും പറഞ്ഞോ? G സുധാകരനെ മാറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇപ്പൊ ഇല്ല മന്ത്രിസഭക്കകത്തേക്ക് ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഞങ്ങളൊക്കെ ഇഷ്ടമുള്ള ശൈല ടീച്ചറെയും മാറ്റി. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? നേരെ മറിച്ച് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരുത്തനോട് അങ്ങ് മാറി നിൽക്കാൻ പറയുമ്പോൾക്ക് പറ്റൂല, നമ്മൾ അങ്ങോട്ടാക്കൂ, നമ്മളില്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചുപോയി കളയൂ. ആരുടെ ധാരണയാണോ നിങ്ങൾ? ഏത് കൂശ്മാന്റെ ലോകത്ത് ജീവിക്കുന്നതാണോ? പൊട്ട കേട്ടിൽ തവളകളുടെ വിചാരിക്കലാണോ? നിങ്ങളില്ലെങ്കിൽ അങ്ങ് ഒളിച്ചു പോയി കളയുന്നുള്ള നിങ്ങൾക്കൊക്കെ വലിയ കൊമ്പന്മാരൊക്കെ ഈ പ്രസ്ഥാനത്തിന് മുമ്പുണ്ടായിട്ടുള്ളൂ. പോയിട്ട് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. ഇത് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാ, ഇത് സാധാരണ പ്രവർത്തകന്റെ പാർട്ടിയാ, ഇത് കർഷകന്റെ പാർട്ടിയാ, ഇത് ശരത്ലാലിന്റെ പാർട്ടിയാ, ഇത് ഗവേഷിന്റെ പാർട്ടിയാ. മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഇത് ഷുഹൈബിന്റെ പാർട്ടിയാ, ഇത് പുന്ന നൗഷാദിന്റെ പാർട്ടിയാ. മനസ്സിലാക്കിക്കോ നിങ്ങൾ. നിങ്ങളെ വിചാരം നിങ്ങളില്ലെങ്കിൽ അങ്ങ് ഒഞ്ഞു കളിയുന്ന നിങ്ങൾ ധരിക്കുന്നത്. 18 പേരാകെ സാമാനങ്ങളുണ്ട്. എന്നിട്ട് അതിനൊരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ചർച്ച ചെയ്യണം. എന്ത് ചർച്ചയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഏതായില്ല ഇതിപ്പോ. ഇത് കൊന്ന് തിന്നില്ല നിങ്ങൾ. പിന്നെ കുറെ ഇപ്പൊ സോഷ്യൽ മീഡിയ ട്രോൾ പിണറായിക്കെതിരെ എന്താ ആണാ നേതാവ്? അത് പറഞ്ഞതായിക്കോളും. എനിക്ക് പറയൂ, ജനാധിപത്യമില്ല. എന്ത് ജനാധിപത്യമാണ്? നിന്റെയൊക്കെ വിളിപ്പണക്കല്ല ജനാധിപത്യം എന്ന് പറയാം. അതെ, അതിന്റെയൊക്കെ തമ്മാത്രം കളിക്കാണ് ജനാധിപത്യം. ആ ജനാധിപത്യം ഈ പാർട്ടിക്കകത്ത് വേണ്ട. അത് മനസ്സിലാക്കിക്കും നിങ്ങൾ. ജനാധിപത്യം, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഒരു പ്രസ്ഥാനത്തെ കൊല്ലുന്നതാ പറയുന്നത്. 10-75 വയസ്സ് കഴിഞ്ഞ് തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ഈ നാണം കെട്ടവരെ